Good morning, dear children. Today, let us start with the topic common salt. What is the chemical name of common salt? The chemical name of common salt is sodium chloride. നമ്മുടെ വീടുകളിലൊക്കെ കറിക്കകത്ത് ഇടുന്ന ഉപ്പ് ഇതാണ് common salt. Chemical name of common salt is sodium chloride. Common salt is sodium chloride. It is a neutral salt because it is formed by the reaction of sodium hydroxide and HCl. Sodium hydroxide is a strong base and hydrochloric acid, it is also a strong acid. Here, strong acid reacts with the strong base. But രണ്ടിന്റെയും strength equal ആണ്. Strong acid plus strong base ആണ്. So it is a neutral salt. Sodium chloride is considered as a neutral salt. Give reason. എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എങ്ങനെ എഴുതും? Because sodium chloride is formed by the reaction of sodium hydroxide and HCl. Here, sodium hydroxide is a strong base and HCl is a strong acid. Strong acid plus strong base to form neutral salt. Then, sodium chloride is formed by evaporation of seawater. Seawater-നകത്ത് ധാരാളം അളവ് സോഡിയം ക്ലോറൈഡ് ഉണ്ട്. ഈ സീ വാട്ടറിനെ ഇവാപറേറ്റ് ചെയ്യിപ്പിച്ചിട്ട് പിന്നെ അതിനെ ക്രിസ്റ്റലൈസേഷൻ നടത്തണം, പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അന്നേരം നമുക്ക് എന്ത് കിട്ടും? സോഡിയം ക്ലോറൈഡ്. അപ്പം സോഡിയം ക്ലോറൈഡ് ഈസ് ഫോംഡ് ബൈ ദ ഇവാപറേഷൻ ഓഫ് സീ വാട്ടർ. Then rock salt. Solid sodium chloride is known as rock salt. Deposits of solid salt. Solid salt means solid sodium chloride are found in several parts of world. This is called rock salt. കല്ലുപ്പെന്ന് കേട്ടിട്ടുണ്ടല്ലോ. നമ്മുടെ വേൾഡിന്റെ പല ഭാഗത്തും സോളിഡ് സോഡിയം ക്ലോറൈഡിന്റെ ഡെപ്പോസിറ്റ്സ് കാണാൻ പറ്റും. ദിസ് solid sodium chloride is known as rock salt. Then, common salt is known as a raw material for chemicals because it is used for the preparation of various materials such as sodium hydroxide, sodium hydrogen carbonate, washing soda, etc. അപ്പൊ നമ്മുടെ കോമൺ സോൾട്ട് അറിയപ്പെടുന്ന പേരാണ് എ റോ മെറ്റീരിയൽ ഫോർ കെമിക്കൽസ്. കാരണം നമ്മുടെ ഇൻഡസ്ട്രീസിലും ഒരുപാട് കെമിക്കൽ കോമ്പൗണ്ട്സിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ സോഡിയം ക്ലോറൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ പറഞ്ഞാൽ സോഡിയം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്, വാഷിംഗ് സോഡ, ബ്ലീച്ചിങ് പൗഡർ, ഇങ്ങനെയുള്ള ഒരുപാട് കോമ്പൗണ്ട്സിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഒരു റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രിപ്പറേഷന് വേണ്ടി വരുന്ന ഒരു റിയാക്റ്റന്റ് ആയിട്ട് നമ്മൾ കോമൺ സോൾട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് നോൺ ആസ് എ റോ മെറ്റീരിയൽ ഫോർ കെമിക്കൽസ്. വൈ സോഡിയം ക്ലോറൈഡ് ഈസ് നോൺ ആസ് എ റോ മെറ്റീരിയൽ ഫോർ കെമിക്കൽസ്? ബിക്കോസ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് various materials such as sodium hydroxide, sodium hydrogen carbonate, washing soda, etc. Next, sodium hydroxide. ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് പ്രിപ്പറേഷൻ. സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ പ്രിപ്പറേഷൻ ആണ് ക്ലോർ ആൽക്കലി പ്രോസസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ പ്രിപ്പറേഷൻ പഠിച്ചു കഴിയുന്നുണ്ട് നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഇത് ക്ലോർ ആൽക്കലി പ്രോസസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ എടുക്കുന്നത് ബ്രൈൻ സൊല്യൂഷൻ ആണ്. Brine solution എന്ന് പറഞ്ഞാൽ aqueous solution of sodium chloride is known as brine solution. Aqueous solution of sodium chloride എന്ന് പറഞ്ഞാൽ sodium chloride, aqueous means water.
സോഡിയം ക്ലോറൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന സൊല്യൂഷനെയാണ് അക്വസ് സൊല്യൂഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ്, ദാറ്റ് ഈസ് നോൺ ആസ് ബ്രൈൻ സൊല്യൂഷൻ. അപ്പൊ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതിൽ നിന്നാണ്? ബ്രൈൻ സൊല്യൂഷൻ. ഇതിനകത്തോട്ട് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുക. അപ്പൊ അക്വസ് സൊല്യൂഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നുണ്ട് NaCl+. അക്വസ് ആയതുകൊണ്ട് പ്ലസ് എന്തെന്ന് കൊടുക്കുക? വാട്ടർ. ഇതിനകത്തോട്ട് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യണം. അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആയിരിക്കും. എങ്ങനെയാണ് ഈ റിയാക്ഷൻ നടക്കുന്നതെന്ന് പറയാം. അപ്പൊ പ്രിപ്പറേഷൻ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ക്ലോർ ആൽക്കലി പ്രോസസ് ആണ്. ക്ലോർ ആൽക്കലി പ്രോസസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ഈസ് പാസ്ഡ് ത്രൂ ആൻ അക്വസ് സൊല്യൂഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ്. അപ്പൊ ഈ റിയാക്ഷന് വേണ്ടിയിട്ട്, ഇതിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഒരു ഇലക്ട്രോളിറ്റിക് വെസൽ വേണം. ഇതാണ് നമ്മൾ ഈ എടുത്തിട്ടുള്ള ഇലക്ട്രോളിറ്റിക് വെസൽ. ഇവിടെ അകത്തോട്ട് നമ്മൾ ബ്രൈൻ സൊല്യൂഷൻ എടുക്കുന്നു. ബ്രൈൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അക്വസ് സൊല്യൂഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് NaCl+H2O. ഇനി രണ്ട് മെറ്റൽ റോഡ് അതാണ് ഈ കാണിച്ചിട്ടുള്ളത്. വൺ ഈസ് കണക്റ്റഡ് ടു ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി ആൻഡ് അതർ എൻഡ് ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി. The metal rod which is connected to the positive terminal of the battery is known as anode. And other which is connected to the negative terminal of the battery is known as a cathode. അപ്പോൾ രണ്ട് മെറ്റൽ റോഡ് ഉണ്ട്. ഒന്ന് ബാറ്ററിയുടെ പോസിറ്റീവായിട്ടും കണക്ട് ചെയ്യും, ഒന്ന് ബാറ്ററിയുടെ നെഗറ്റീവ്. പോസിറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്യുന്നതിനെ ആനോഡ് എന്ന് പറയും, നെഗറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്യുന്നത് കാഥോഡ്. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് ആനോഡിന്റെ ചാർജ് എന്ത് തന്നെയായിരിക്കും? പോസിറ്റീവ്. നെഗറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആയിരിക്കും, കാഥോഡിന്റെ ചാർജ് നെഗറ്റീവ്. ഓർത്താൽ മതി, A+ഉം C- ആനോഡ് പോസിറ്റീവും കാഥോഡ് നെഗറ്റീവും. ഇനിയും നമ്മൾ ഇതിനകത്ത് ബ്രൈൻ സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. ബ്രൈൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അക്വസ് സൊല്യൂഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ്. ഇതിനകത്തോട്ട് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും. നമ്മുടെ സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുന്നതിനെ ഇതിനകത്തോട്ട് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും. അപ്പോൾ ബ്രൈൻ സൊല്യൂഷനകത്തോട്ട് നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുക. അപ്പോൾ ഈ സോഡിയം ക്ലോറൈഡും വാട്ടറും അയണൈസ് ചെയ്യും ഇൻ ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിസിറ്റി. NaCl ionizes to form Na+ and Cl- ions. Similarly, water ionizes to form H+ and OH-. അപ്പം ബ്രൈൻ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ സോഡിയം ക്ലോറൈഡും ഉണ്ട്, വാട്ടറും ഉണ്ട്. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പം NaCl അയണൈസ് ചെയ്ത് Na+ഉം Cl- ആകും. വാട്ടർ അയണൈസ് ചെയ്ത് H+ഉം OH- ആയിട്ട് മാറും. ഇതില് H+ അയോൺ പോസിറ്റീവ് അയോണാണ്. ഈ പോസിറ്റീവ് അയോൺ മൂവ് ചെയ്യുന്നത് നെഗറ്റീവ് ഇലക്ട്രോഡിലോട്ടായിരിക്കും. പോസിറ്റീവ് അയോൺ മൂവ് ടുവേർഡ്സ് ദ നെഗറ്റീവ് ഇലക്ട്രോഡ്, ദാറ്റ് ഈസ് കാഥോഡ്. അപ്പം കാഥോഡിലോട്ട് മൂവ് ചെയ്യുന്നത് ഏതായിരിക്കും? H+. H+ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെടുമ്പോഴാണ് ഹൈഡ്രജൻ ഏത് ചാർജ് കിട്ടുന്നത്? പോസിറ്റീവ്. തിരിച്ചൊരു ഇലക്ട്രോണിനെ സ്വീകരിക്കുകയാണെങ്കിൽ ഈ ഹൈഡ്രജൻ എന്തായിട്ട് ചേഞ്ച് ചെയ്യും? ഹൈഡ്രജൻ ആറ്റമായിട്ട് മാറും. അപ്പൊ കാഥോഡിലോട്ട് H+ അയോൺ വരും. എന്നിട്ട് which accept one electron from cathode to form hydrogen atom. ഇത് ഡയറ്റോമിക്കാണ്. ഇതുപോലെ ഒരുപാട് H+ അയോൺ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് ഹൈഡ്രജൻ ആറ്റമായിട്ട് കാഥോഡിൽ ഫോം ചെയ്യുന്നുണ്ട്. രണ്ട് ഹൈഡ്രജൻ ആറ്റം കമ്പൈൻ ചെയ്തിട്ട് ഹൈഡ്രജൻ മോളിക്യൂൾ ആകും. എന്നിട്ട് ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ട് ഇത് കാഥോഡിൽ ലിബറേറ്റ് ചെയ്യും. അപ്പോൾ ക്ലോർ ആൽക്കലി പ്രോസസ്സിൽ കാഥോഡിൽ ലിബറേറ്റ് ചെയ്ത ഗ്യാസ് ആണ് ഹൈഡ്രജൻ. എക്സാമിന് ചോദിക്കും, നെയിം ദ ഗ്യാസ് liberated at cathode during chlor-alkali process. Which gas is liberated at cathode? Hydrogen. Then
ആനോഡിലോട്ട് മൂവ് ചെയ്യുന്ന അയോൺസ് Cl മൈനസ് ആണ്. Cl മൈനസ് നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺ ആണ്. സോ ഇറ്റ് മൂവ് ടുവേർഡ്സ് ദ പോസിറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺ, ദാറ്റ് ഈസ് ആനോഡ്. Cl മൈനസ്. Cl മൈനസ് എന്ന് പറഞ്ഞാൽ ക്ലോറിൻ ആറ്റം ഒരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുമ്പോഴാണ് ഇത് എന്തായിട്ട് മാറുന്നത്? Cl മൈനസ്. അപ്പം ഗെയിൻ ചെയ്ത ഈ ഒരു ഇലക്ട്രോണിനെ കളഞ്ഞാല് ഇതിനെന്തായിട്ട് മാറാം? ക്ലോറിൻ ആറ്റമായിട്ട് മാറാം. അപ്പൊ Cl മൈനസ് ആനോഡിലോട്ട് എത്തിയിട്ട് എക്സസ് ആയിട്ടുള്ള ഈ ഒരു ഇലക്ട്രോണിനെ ഇതിൽ നിന്ന് ഇതൊന്ന് കളയും. അതുകൊണ്ടാണ് ഈ മൈനസ് കൊടുത്തേക്കുന്നത്, ഒരു ഇലക്ട്രോൺ കളയുന്നത് കൊണ്ട്. എന്നിട്ട് ഇത് എന്തായിട്ട് മാറും? ക്ലോറിൻ ആറ്റമായിട്ട് മാറും. Chlorine is a diatomic. So chlorine atom combines with another chlorine atom to form Cl2. അങ്ങനെ ക്ലോറിൻ ഗ്യാസ് ആയിട്ട് ഇത് ആനോഡിൽ ലിബറേറ്റ് ചെയ്യും. അപ്പോൾ ക്ലോർ ആൽക്കലി പ്രോസസ്സിൽ ആനോഡിൽ ലിബറേറ്റ് ചെയ്യുന്ന ഗ്യാസ് ഏതാണ്? ക്ലോറിൻ. കാഥോഡിൽ ഹൈഡ്രജൻ. നെയിം ദ ഗ്യാസ് ലിബറേറ്റഡ് അറ്റ് കാഥോഡ് ആൻഡ് ആനോഡ് ഡ്യൂറിംഗ് ക്ലോർ ആൽക്കലി പ്രോസസ്. At anode, chlorine gas is liberated and cathode, hydrogen gas is liberated. ഇനി ഈ സൊല്യൂഷനകത്ത് ഒരു Na പ്ലസും ഉണ്ട്, OH മൈനസും ഉണ്ട്. ഇത് തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? Na പ്ലസും OH മൈനസും കൂടെ കമ്പൈൻ ചെയ്യും. എന്നിട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് ഫോം ചെയ്യും. അപ്പോൾ ക്ലോർ ആൽക്കലി പ്രോസസ്സിൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്ട്സ് എന്തൊക്കെയാണ്? Sodium hydroxide, chlorine and hydrogen. From what is chlor-alkali process? When electricity is passed through an aqueous solution of sodium chloride to form sodium hydroxide, hydrogen and chlorine. This reaction is known as chlor-alkali process. Gas liberated at cathode, hydrogen and anode, chlorine. അപ്പൊ ഈ റിയാക്ഷനെ എന്തുകൊണ്ടാണ് ക്ലോർ ആൽക്കലി പ്രോസസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്? ബിക്കോസ് ഇവിടെ നമുക്ക് കിട്ടുന്നത് ഒരു പ്രോഡക്റ്റ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്, ദാറ്റ് ഈസ് ആൻ ആൽക്കലി. പിന്നെ കിട്ടുന്നത് ഒന്ന് ക്ലോറിൻ. അതുകൊണ്ടാണ് ക്ലോർ ആൽക്കലി പ്രോസസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ പ്രിപ്പറേഷൻ എന്തുകൊണ്ടാണ് ക്ലോർ ആൽക്കലി പ്രോസസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? ബിക്കോസ് ദ പ്രോഡക്റ്റ് ഒബ്റ്റൈൻഡ് ബൈ ദിസ് റിയാക്ഷൻ ആർ sodium hydroxide and chlorine. So it is known as chlor-alkali process. ഇനി ഓരോ പ്രോഡക്റ്റിന്റെയും യൂസസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് യൂസസ് ഓഫ് ഹൈഡ്രജൻ. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ഗുഡ് ഫ്യൂവൽ. ഹൈഡ്രജൻ ഒരു ഗുഡ് ഫ്യൂവൽ ആണ്. ഇത് ബേൺ ചെയ്യുമ്പം എൻവയോൺമെന്റൽ പൊല്യൂഷന് കാരണമാകുന്ന ഒരു സബ്സ്റ്റൻസും ഫോം ചെയ്യുന്നില്ല. പിന്നെ ഇതിന്റെ എഫിഷ്യൻസി വളരെ കൂടുതലാണ്, കലോറിഫിക് വാല്യൂ ഒക്കെ വളരെ കൂടുതലാണ്. പക്ഷെ ഇത് നമ്മൾ വീടുകളിലോ ഇൻഡസ്ട്രീസിലോ ഒന്നും ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നില്ല. കാരണം ഇതിനെ ഒത്തിരി നാൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റത്തില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ഹൈലി ഇൻഫ്ലൈമബിൾ. അപ്പൊ എന്തുവായാലും ശരി, ഹൈഡ്രജൻ ഈസ് യൂസ്ഡ് ആസ് എ ഗുഡ് ഫ്യൂവൽ. പിന്നെ ഇതിനെ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലാക്കി മാറ്റിയിട്ട് നമ്മൾ സാറ്റലൈറ്റിനകത്തൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ദെൻ വനസ്പതി, ഡാൽഡ എന്നുള്ള പേരില് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. വെജിറ്റബിൾ ഗീ ആണ്. വെജിറ്റബിൾ ഓയിലിനെ നമ്മൾ ഗീ ആക്കി കൺവേർട്ട് ചെയ്യും, അതാണ് ഈ വനസ്പതി. അപ്പൊ ഈ വെജിറ്റബിൾ ഓയിലിനെ ഗീ ആക്കി മാറ്റുന്ന കൺവേർഷൻ ആണ് നമ്മൾ ഹൈഡ്രജൻ യൂസ് ചെയ്യുന്നത്. ദെൻ അമോണിയയുടെ മാനുഫാക്ചറിങ് പ്രോസസ്സ്. അപ്പൊ യൂസസ് ഓഫ് ഹൈഡ്രജൻ, ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ഫ്യൂവൽ. ദെൻ പ്രിപ്പറേഷൻ ഓഫ് വനസ്പതി ആൻഡ് മാനുഫാക്ചറിങ് ഓഫ് അമോണിയ. Then chlorine. First, it is used for water purification. സ്വിമ്മിംഗ് പൂളിലൊക്കെ വാട്ടർ പ്യൂരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്ലോറിൻ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ PVC പൈപ്പ്, അതിന്റെ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ പെസ്റ്റിസൈഡ്, ഇൻസെക്ടിസൈഡ്, ഇതിന്റെ എല്ലാ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ നമ്മൾ ക്ലോറിൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ യൂസസ് ഓഫ് ക്ലോറിൻ, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ വാട്ടർ പ്യൂരിഫിക്കേഷൻ, മാനുഫാക്ചറിങ് ഓഫ് PVC, manufacturing of pesticides, insecticides, etc.
Then sodium hydroxide. It is used as a degreasing metals. Degreasing. മെഷീൻ പാർട്സിലേക്ക് ഗ്രീസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ഡീഗ്രീസിംഗ് മെറ്റൽസ്. ദെൻ മാനുഫാക്ചറിങ് ഓഫ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. രണ്ട് തരത്തിലുള്ള സോപ്പ് ഉണ്ട്. നമ്മൾ വാഷിംഗ് സോപ്പും ഉണ്ട്, ബാത്തിങ് സോപ്പും ഉണ്ട്. കുളിക്കാനും അതേപോലെ തുണിയൊക്കെ കഴുകാനും. അതിൽ വാഷിംഗ് സോപ്പിനകത്ത് യൂസ് ചെയ്യുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. ബാത്തിങ് സോപ്പ് നമ്മൾ കുളിക്കാനൊക്കെ യൂസ് ചെയ്യുന്ന സോപ്പിനകത്ത് പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡും ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ മാനുഫാക്ചറിങ് ഓഫ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. ദെൻ ആർട്ടിഫിഷ്യൽ സിൽക്ക് റയോണിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. യൂസസ് ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ്. First one, it is used as a degreasing metals, then manufacturing of soaps and detergents and artificial silk. These are the uses of sodium hydroxide.